കേരളത്തിലെ IT പാർക്കുകളിലും ഇനി മുതൽ മദ്യം വിളമ്പാം. ഇതിന് അനുമതി നൽകിക്കൊണ്ട് കേരള സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. 10 ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെയാണ് IT പാർക്കുകളിലെ ബാറുകളുടെ പ്രവർത്തന സമയം. IT പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ അംഗീകാരമുള്ള സ്റ്റാഫിന് പുറമെ ഔദ്യോഗിക സന്ദർശകർ, അതിഥികൾ എന്നിവർക്ക് മാത്രമേ മദ്യം നൽകാൻ കഴിയൂ. ഓഫീസ് കെട്ടിടത്തിലല്ലാതെ മറ്റൊരു കെട്ടിടത്തിൽ വേണം ഇതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത്. ഇവിടെയും 1-ാം തീയതിയും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മറ്റ് ഡ്രൈ ഡേകളിലും മദ്യം വിൽക്കാൻ അനുമതിയില്ല. എന്തായാലും ഇനി കേരളത്തിലുള്ള IT പാർക്കുകളിലെ സ്റ്റാഫുകൾക്കും അവിടെ എത്തുന്ന അതിഥികൾക്കും തങ്ങളുടെ ജോലി സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ മദ്യപിക്കുവാൻ അവസരമൊരുക്കി കൊടുക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ. കേരള സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത് മദ്യവർജനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ്. എന്നാൽ ഇവർ അധികാരത്തിലേറ്റതിനു ശേഷം അനവധി സ്ഥലങ്ങളിലാണ് പുതിയ മദ്യവിൽപ്പനശാലകൾ അനുവദിച്ചത്. സർക്കാരിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഉദ്യോഗസ്ഥന്മാർക്കും MLA-മാർക്കും MP-മാർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും എല്ലാവർക്കും ശമ്പളം കൊടുക്കണമെങ്കിൽ, പെൻഷൻ കൊടുക്കണമെങ്കിൽ കേരളത്തിലെ അവസ്ഥ കള്ള് വിൽക്കുക, ലോട്ടറി വിൽക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് കേരള സർക്കാരിൻ്റെ മുന്നിൽ മറ്റു വഴികളില്ല. മദ്യമാണ് കേരള സർക്കാരിനെ താങ്ങി നിർത്തുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സർക്കാരിന് മദ്യവും ലോട്ടറിയും വിറ്റേ തീരൂ, അല്ലാതെ മറ്റു വഴികളില്ല. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, താങ്ക് യു, നമസ്കാരം.